ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ കറക്റ്റ് വേവിനൊക്കെ വന്നിട്ട് ഗ്രേവിയൊക്കെ പാകത്തിനായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇടുന്നത്. അളവുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനാവശ്യമായ പ്രധാന പച്ചക്കറികൾ ചേന, കായ, പടവലങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, അച്ചിങ്ങ പയർ, പിന്നെ മുരിങ്ങക്കായ വേണം. ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ചേന ഒരു ചെറിയ പീസാണ് എടുത്തേക്കുന്നത്. ഏത്തക്കായ ആണെങ്കിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പടവലങ്ങയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് നീളത്തിൽ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഒരു പകുതിയാണ് എടുത്തേക്കുന്നത്. ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ അച്ചിങ്ങ പയറാണെങ്കിൽ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കോല ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. അത് എല്ലാം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഒരു 2 കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇട്ടേക്കുന്ന മുരിങ്ങാക്കോല് ഫ്രീസറിലിരുന്ന മുരിങ്ങാക്കോലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ വെള്ളം കുറവാണെങ്കിൽ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂടി പോകാതെ ശ്രദ്ധിക്കണം. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അവിയലങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് വന്നേക്കണേ. ഞാൻ തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ചെറു തീയിൽ അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാനുണ്ട്. ഈ സമയത്ത് ഒരു പൂള് മാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ ആ ഒരു ചെറിയ പുളിയാണ് ഞാൻ ഈ അവിയലിൽ എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വാളംപുളി ഉണ്ടെങ്കിൽ അത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അല്പം ഒഴിച്ചു കൊടുത്താൽ പുളിക്കായിട്ട് അത് ഉപയോഗിക്കാം. പക്ഷേ മാങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അവിയലിന് നല്ല കളർ കിട്ടും. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനുണ്ട്. അരപ്പിന് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. അതുപോലെ തന്നെ ജീരകം ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാനുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ഈ സമയത്ത് ആ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി അരിഞ്ഞുകൊണ്ട് ആവശ്യമില്ല, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒരു വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് വെച്ചിട്ട് ഇനി ഇത് തുറന്ന് വെച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വെള്ളം ഒട്ടും കൂടി പോവാതെ നോക്കണം. ഒത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അവിയലങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇപ്പോൾ വെള്ളമൊക്കെ സൂക്ഷിച്ച് പാകത്തിന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒതുക്കി കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങ അതിൻ്റെ മുകളിലൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആ മിക്സിയുടെ ബൗള് കഴുകി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് റെഡിയാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ പച്ചമുളകിൻ്റെയും ചുമന്നുള്ളിയുടെയൊക്കെ ടേസ്റ്റ് പച്ചയ്ക്ക് തന്നെ കിട്ടുന്ന രീതിയിലാണ് അവിയൽ റെഡിയാക്കേണ്ടത്. എന്നാലാണ് നമുക്ക് അവിയലിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങ ഒതുക്കുന്നതിൻ്റെ കൂടെ ഇത് ഇട്ട് ഒതുക്കി എടുക്കരുത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ക്രഷ് ചെയ്ത് പോവുകയും ആ പച്ച ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഞാനിത് ഈ കറിവേപ്പിലയും പച്ചമുളകും ചുമന്നുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിയൽ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ കറിവേപ്പില ചതച്ചതും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അവിയലത് പാകത്തിനുള്ള ഒരു ഗ്രേവി പോലെയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കട്ട തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. കട്ട തൈര് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി മാങ്ങ ഇട്ടതുകൊണ്ട് തന്നെ അവിയലിന് ആവശ്യത്തിനുള്ള പുളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ചുമന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കാനുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം.
ഇപ്പോൾ നമ്മുടെ അവിയൽ നല്ല കറക്റ്റായിട്ട് ആ ഒരു ഗ്രേവി പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നുമില്ല, എല്ലാ പാകത്തിനായിട്ട് വന്നേക്കുന്നത്. നല്ല കളറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല കട്ട തൈരും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനം. അങ്ങനെ ആ തൈരും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് അവിയലിന് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത്. തൈര് ചേർത്ത ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, തൈര് എല്ലായിടത്തും ആവുന്ന രീതിയിൽ. പിന്നെ തീ അല്പം കുറച്ച് വെക്കണം, തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തൈര് എല്ലായിടത്തും ആക്കി മിക്സ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു മൺചട്ടിയിലോ അതോ ഉരുളിയിലോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നാടൻ രീതിയിൽ. ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ചെയ്തിട്ട് അടി പിടിക്കാതെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. തീ ഇപ്പോഴും കുറച്ച് തന്നെയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ അവിയൽ നല്ലൊരു കളർഫുള്ളായിട്ട് വരുന്നുണ്ട്. ആ തൈരും കൂടെ ഇട്ടപ്പോഴാട്ടോ ആ അവിയലിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കാനുള്ളത്. പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു. പച്ച വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് ഇതിൽ നന്നായിട്ട് കിട്ടണം. അങ്ങനെയാണ് അവിയലിന് ആ ഒരു കറക്റ്റ് ഫ്ലേവർ വരുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് അല്പനേരം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അത് അപ്പോഴത്തേക്കും വെളിച്ചെണ്ണ നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മുടെ അവിയലിൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുവാണ്. അതിന് ശേഷമാണ് തുറന്ന് ഇളക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടഞ്ഞിരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ അവിയലൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വെള്ളമൊക്കെ പറ്റി നല്ല പാകത്തിനുള്ള ആ ഒരു ഗ്രേവി പോലെയാണ് അവിയൽ കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള അവിയൽ റെഡിയായി. നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ പുളി ചേർക്കുന്നതിലും ഒത്തിരി നല്ലതാണ്. മാങ്ങ ഇട്ടുണ്ടാക്കുക, അതുപോലെ തന്നെ നല്ല കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാലാണ് അവിയൽ ഇതുപോലുള്ള ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ കൊടുക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതുപോലെ ഓണത്തിൻ്റെ റെസിപ്പികളൊക്കെയാണ് അടുത്ത ആഴ്ചയൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും ഓണത്തിന് അവിയൽ